കാണാൻ പോവാന്ന്. ഇസക്കുഞ്ഞ് എവിടെ പോവാ? ആനയെ പോവാണോ? ഇസക്കുട്ടി ആനേനെ കാണാൻ പോവാണേ. ആനയെ കാണാൻ പോവാണോ? ആനേനെ ആനയെ. ഇസക്കുട്ടി കേട്ടല്ലോ, ഗ്രാമറായിട്ട് പറയണം കേട്ടോ. ആനയെ എന്താ പറയണ്ടേ? ഓക്കേ, ആനയെ. നമുക്ക് എലഫന്റ് എന്ന് പറയാം. ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. എലഫന്റ് എന്ന് പറഞ്ഞാൽ മതിയേ. എലിഫന്റ് അല്ലടാ, എലഫന്റ്. എലിഫന്റിനെ കാണാൻ പോവാ. എലഫന്റ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എവിടെ പോവുകയാണെന്ന് ഇതുവരെയും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇസക്കുട്ടീനെയും കൊണ്ട് ബനർഘട്ട നാഷണൽ പാർക്കിൽ വന്നതാണേ. ഇവിടെ സൂ ഉണ്ട്, സഫാരി ഉണ്ട്, ബട്ടർഫ്ലൈ പാർക്കുണ്ട്. അങ്ങനെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിംഗ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിന് ഇവിടെ പാർക്കിംഗ് ഫീസ് 50 റുപ്പീസാണ് കേട്ടോ. ഇന്ന് അത്യാവശ്യം ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു സെൽഫിയൊക്കെ എടുത്തു. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നെ ബസ് സർവീസൊക്കെ അവൈലബിൾ ആണ്. പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ബസ്സിൽ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് എത്താം. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റും ആയിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സൂവിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ചെറിയൊരു പാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ബനർഘട്ട ബയോളജിക്കൽ പാർക്ക്, നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് താഴ്ഭാഗത്തായിട്ടാണ് കേട്ടോ കൗണ്ടർ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ നമുക്ക് അവിടെ സ്കാനർ വെച്ചിട്ടുണ്ട്, അവിടെ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൗണ്ടറിൽ വന്നിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സഫാരിയുടെ എൻട്രിയും റൈറ്റ് സൈഡിൽ സൂവിലോട്ടുള്ള എൻട്രിയാണ് കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ചു നമ്മൾ അകത്തോട്ട് പോവാണ് കേട്ടോ. നമ്മൾ സൂവിലോട്ടാണ് പോകുന്നത്. ഈ സ്ട്രെയിറ്റ് കിടക്കുന്നത് സൂവിലോട്ടുള്ള എൻട്രിയാണ്. സഫാരി നമ്മളിന്ന് പോകുന്നില്ല. സഫാരി നമ്മൾ മുന്നേ 2 തവണ പോയിട്ടുള്ളതാണ്. പിന്നെ ഇസക്കുട്ടി കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി മടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിന്ന് സഫാരി പോകുന്നില്ല. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് സഫാരി പോകുന്നത്, അതിൻ്റെ കൗണ്ടർ ഉള്ളത്. അവിടെ സഫാരിക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികളൊക്കെ വെയിറ്റിംഗ് ആയിട്ടുണ്ടാവും. നമ്മൾ നേരെ സൂവിലോട്ട് പോവുകയാണേ. ഇസക്കുട്ടി ഇന്ന് ചെറിയൊരു മൂഡ് ഔട്ട് കേട്ടോ, വേറൊന്നുമല്ല, അവൾക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ സൂവിൽ നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് സീബ്ര ആട്ടോ. ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, 4 സീബ്ര ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിനെയൊക്കെ ഇസക്കുട്ടിക്ക് കാണിച്ചു കൊടുത്തു. ഓരോ ആനിമൽസിൻ്റെ അവിടെയും ഇങ്ങനെ ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സയൻറ്റിഫിക് നെയിം, നാച്ചുറൽ ഡയറ്റ്, പിന്നെ അതിന് സൂവിൽ കൊടുക്കുന്ന ഫുഡ്, അങ്ങനെയുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ആനിമൽസ് എവിടെയൊക്കെയാണ് ഉള്ളത്, അങ്ങനെ ഒരു ഓവറോൾ ഒരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ നമുക്കത് വെച്ചിട്ട് പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇസക്കുട്ടിക്ക് ഒരു ചേച്ചി ഒരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടോ.
ഈസക്കുട്ടീനെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഫ്രണ്ടിലോട്ട് നടക്കില്ല കേട്ടോ. നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കണമെങ്കിൽ അവൾ പുറകോട്ട് നടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ എടുത്തിട്ട് ഓടുവാണേ. ഇവിടെ ഈ സെക്ഷനിലുള്ളത് കടുവയാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ കറക്റ്റ് ഒരെണ്ണം പുറത്തുണ്ടായിരുന്നു. പുള്ളി രാവിലത്തെ എക്സസൈസിലാണെന്ന് തോന്നുന്നു. വലിയ മൈൻഡൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നടപ്പ്. ഈസക്കുട്ടിക്ക് ടൈഗറിനെ കാണിച്ചു കൊടുത്തപ്പം അവൾക്ക് വലിയ റിയാക്ഷനൊന്നും ഇല്ല കേട്ടോ. അവൾക്ക് ആകെ ഒരു ഡോഗിനെയും പിന്നെ കാത്തൂനെയൊക്കെ അറിയത്തുള്ളൂ. കാത്തു എന്ന് പറയുന്നത് ക്യാറ്റിനെ കേട്ടോ. ഇതിപ്പം ഡോങ്കു എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഡോഗാന്ന് പറഞ്ഞിട്ട്. അവൾക്ക് ഇത് ടൈഗറാന്നൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നാലും കണ്ടപ്പോൾ അവൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ബെയറിൻ്റെ അടുത്തോട്ടായിരുന്നു കേട്ടോ. പുള്ളി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണേ. അവിടെ തന്നെ ഓസ്ട്രിച്ചിനെയും കണ്ടു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഈസക്കുട്ടി ഒരു കാക്കേനെ കണ്ടിട്ട് കാണിച്ചു തരുക കേട്ടോ. എന്നാ കുഞ്ഞ അവിടെ അന്നേരം കണ്ടതാണോ? കാക്കയാണെന്നോ? ഒക്കെ വരുവാണോ? കാക്കെ പഠിക്കേ പാടോ? നമ്മളെവിടെ പോയിട്ടോ? ഈ ഒരു ഏരിയയിലുള്ളത് കുറുക്കനാണ് കേട്ടോ. നമ്മൾ ചെന്ന ടൈമിൽ നമുക്കൊന്നും തന്നെ കാണാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പം ബോട്ടിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഈസക്കുട്ടീനെയും കൊണ്ട് ഇപ്പോൾ ബോട്ടിൽ കയറാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് അധികം പോയില്ല. ജസ്റ്റ് അവിടെ നിന്നൊന്ന് കണ്ടു, പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. ബോട്ടിങ്ങിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊന്നും നമുക്കങ്ങനെ കാര്യമായിട്ട് അറിയത്തില്ല. ജസ്റ്റ് നമ്മളിവിടെ നിന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ. പെഡൽ ബോട്ടിങ്ങും അല്ലാത്ത ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അവിടെ എന്താ കുഞ്ഞു? അവിടെ എന്താ? അവിടെ ഉണ്ടായിരുന്നത് ഹിപ്പോ ആണേ. പുള്ളി രാവിലെ വെള്ളത്തിൽ സാധകം ചെയ്യുകയാണ്. നമ്മളെ ഒന്നും ഒരു മൈൻഡില്ല. പക്ഷെ ഞങ്ങൾ മുന്നേ വന്നപ്പോൾ അവിടെ ഒരുപാട് ഹിപ്പോ ഉണ്ടായിരുന്നു കേട്ടോ. 3-4 ഉണ്ടായിരുന്നു. ഇത്തവണ വന്നപ്പോൾ 1 മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ നമ്മൾ മെയിൻ സ്ഥലത്തെത്തി കേട്ടോ. ശരിക്കും നമ്മളിത് കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ആനേനെ ഈസക്കുട്ടീനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈസക്കുട്ടിക്ക് ടി വിയിൽ ആനേനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് അവൾക്ക് കൊമ്പനാന കുട്ടപ്പ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു ഫേവറേറ്റ് പാട്ടുണ്ട്. അപ്പോൾ ആനേനെ കാണുമ്പോൾ അവളത് പാടാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂവിൽ വരാൻ തന്നെ മെയിൻ കാരണം ആനേനെ കാണാനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആനയുടെ അടുത്തെത്തി. ആന എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാട്ടോ. അല്ലെങ്കിലും നമ്മൾ മലയാളികൾ എവിടെ ആനേനെ കണ്ടാലും കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് അവിടെ നിൽക്കും. അങ്ങനെ ഞങ്ങളും ഒരു 10 മിനിറ്റ് അവിടെ വാങ്ങി നോക്കി നിന്നിട്ടോ. ആനേനെ കണ്ട് ഇങ്ങനെ നിന്ന് സമയം പോയത് അറിഞ്ഞില്ല.
മുള്ളി നല്ല കലിപ്പിലാട്ടോ. അപ്പോൾ നമ്മളെ കൈ കിട്ടിയ പിടിച്ച് തിന്നാന്ന മട്ടിലാണ് മുള്ളി അവിടെ നിൽക്കണേ. ഇച്ചിരി പൊമഗ്രാനൈറ്റ് തരുമോ? കൊണ്ടുവന്ന പൊമഗ്രാനൈറ്റ് മൊത്തം ഐസുക്കുട്ടി കഴിച്ചു. എനിക്ക് ഒരെണ്ണം പോലും തന്നില്ല. ഞാൻ ഐസുക്കുട്ടിയുടെ വയറ്റിൽ തിന്നാൻ പോവാണേ. അടുത്തേക്ക് വരുവാണോ? ആ എന്നെ എനിക്കില്ല, കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞാവുണ്ടല്ലോ. എന്നെ കുഞ്ഞാവയാണോ അത്? വാവ് വെക്കുവാണോ അതെ? നമുക്കും പോയി വാവ് വെച്ചാലോ? വേണ്ടേ? ഓടി വാ, ഓടി വാ. ഇത് സൂവിലുള്ള പീക്കോക്ക് അല്ല കേട്ടോ, ഇത് നമ്മുടെ വീട്ടിലുള്ള പീക്കോക്കാണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ ആനിമൽസിൻ്റെ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തല വെച്ചിട്ട് നമുക്ക് പിക്സ് ഒക്കെ എടുക്കാം. ഇത് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ഇത് പീക്കോക്കിൻ്റെ മാത്രമല്ല, ഓരോ സെക്ഷനിലും ഓരോ ആനിമൽസിൻ്റെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ ഇസക്കുട്ടിയുടെ മൂഡ് ഔട്ടൊക്കെ മാറി. ഇസക്കുട്ടീനെ നമ്മൾ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇസക്കുട്ടിയും കൂടി ഒളിച്ചേ കണ്ടേന്നൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇസക്കുട്ടി അവിടെ പോയി വീണു. ഇനിയിപ്പം എങ്ങനെയും ഒന്ന് എക്സിറ്റ് എത്തി ഫുഡ് കഴിക്കണം. ഇപ്പോഴത്തേക്കും തന്നെ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസക്കുട്ടീനെയും കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് എക്സിറ്റ് എത്തിയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. അവൾക്കാണെങ്കിൽ പുറകോട്ട് ഓടണം. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ ഓടിയും കളിച്ചും ഒക്കെ അവളെ എക്സിറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പടാപ്പാടായിരുന്നു കേട്ടോ. പോയ വഴിക്ക് ഇസക്കുട്ടി വേറൊരു ബേബീനെ കണ്ടു കേട്ടോ. ഇസക്കുട്ടി അങ്ങനെ ബേബിക്ക് ഹായ് ഒക്കെ പറഞ്ഞു. ബേബി ഇസക്കുട്ടിക്ക് ഹായ് ഒക്കെ കൊടുത്തു.
അവരങ്ങനെ ഹൈഫൈ ഒക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ പോവാട്ടോ. കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്നു വിട്ടത് മയിലിൻ്റെ സെക്ഷനിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെന്നില്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഒക്കെ കൂടി വന്നു. ഒന്നാമത് ഇസക്കുട്ടീനെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഷ്ടപ്പാട്, അതിൻ്റെ ഇടയ്ക്ക് വഴിയും കൂടെ തെറ്റിപ്പോയി. വിശന്നിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് എക്സിറ്റ് കണ്ടുപിടിച്ച് ഇസക്കുട്ടിക്ക് ഫുഡ് കൊടുക്കണം, നമുക്കും ഫുഡ് കഴിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. താഴെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇസക്കുട്ടി പുറകോട്ട് ഓടും. വീണ്ടും പുറകിൽ ഓടിപ്പോയി പിടിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് മടുത്തിട്ടും ഇസക്കുട്ടീനെ കൊണ്ട് ഓരോ കളിയൊക്കെ കളിപ്പിച്ച് ഓടുക കേട്ടോ. സത്യം പറഞ്ഞാൽ നടന്ന് കാലിനൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും എക്സിറ്റ് വരെ ഇസക്കുട്ടീനെ താഴെ നിർത്താണ്ട് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ കളികളായിരുന്നു കേട്ടോ. പോയ വഴിക്ക് ഞങ്ങളെപ്പോലത്തെ 2 കുരങ്ങുകളെ കണ്ടിട്ടോ. അങ്ങനെ ഞങ്ങൾ ഹായ് ഒക്കെ പറഞ്ഞ് പോവാണേ. വണ്ടി പോട്ടെ. ഓടിയാവോ? എക്സിറ്റ് ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെറിയൊരു ഫുഡ് സ്ട്രീറ്റ് പോലെ ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടാവും, പിന്നെ കോണ്, കോഫി, ടീ, പിന്നെ ലൈമ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അവിടെ നിന്ന് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഗേറ്റിൻ്റെ എക്സിറ്റിൻ്റെ അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുന്നേ ഒരു തവണ വന്നപ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബിരിയാണി, പിന്നെ കേർഡ് റൈസ്, പിന്നെ ഒരു പ്ലെയിൻ ഓംലെറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഇസക്കുട്ടിക്ക് ഫുഡ് കൊടുത്തു, നമ്മൾ ഫുഡ് കഴിച്ചു.